ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. രാവിലെ അടുക്കളയിൽ എത്തിയപ്പോഴേക്ക് ഉമ്മ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അരിപ്പൊടിയിൽ കുറച്ച് വെള്ളവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മാവ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തലേന്ന് രാത്രി കുതിർത്ത് വെച്ച പച്ചരി രാവിലെ അരച്ചിട്ട് ആ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇതേ ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ദോശ പല നാടുകളിലും പല വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അരച്ചുണ്ടാക്കുന്ന ദോശയെക്കാട്ടിലും ഇഷ്ടം ഇതുപോലെ പൊടി കലക്കിയിട്ടുണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ എടുക്കാൻ പറ്റും, എന്നാൽ ചില സമയത്തൊക്കെ ദോശയ്ക്ക് ചട്ടിയിൽ നിന്ന് വിട്ടു പോരാനൊരു മടിയാണ്. അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ചായ കുടിച്ചു. രാവിലെ എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ. വൈകുന്നേരം ഇനിയിപ്പോൾ ചായ കിട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം, വിശന്നിട്ടല്ല കേട്ടോ. ഇങ്ങനെ വല്ല അച്ചാറോ മിച്ചറോ ലേസും ഒക്കെ കുറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അനിയനെ കൊണ്ട് ഇന്ന് കുറച്ച് ലേസും അച്ചാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിപ്പിച്ചതായിരുന്നു കേട്ടോ. ഈ ലേസൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. PCOD ഉള്ളതുകൊണ്ട് തന്നെ വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിവാക്കിയതായിരുന്നു ഈ ഒരു ലേസ്. അതിൻ്റെ കുറച്ച് മുന്നേയൊക്കെ ഞാൻ ലേസ് നന്നായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. ഈ ഒരു പച്ച ലേസ് മാത്രമാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ലേസ് കഴിക്കുന്നത്. കിട്ടിയപ്പോൾ തന്നെ വേഗം തന്നെ ഞാൻ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേസുകളിൽ ഈ ഒരു പച്ച ലേസ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. വേറെ ഏതും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അതും കൂടുതലൊന്നും കഴിച്ചിട്ടില്ല, വലിയ നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു പാക്കറ്റ് മാത്രമാണെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചെടിയൊക്കെ ഒന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. റെസ്റ്റിലായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു സൂപ്പർവൈസർ പോലെ നിന്ന് പറയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുന്നിൽ ബക്കറ്റിൽ കുറേ മുന്നേ നട്ടിട്ടുള്ളൊരു ചെടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നാവോ, ഞാൻ മറന്നുപോയി. അതിപ്പോൾ നന്നായിട്ട് കാട് പിടിച്ച് വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബക്കറ്റിൽ ഫുള്ളായിട്ട് അതിൻ്റെ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബക്കറ്റിൽ മണ്ണൊക്കെ രണ്ടാമത് നമ്മൾ നിറച്ചിട്ട് ഇനി അതിൽ ഈ ഒരു ചെടിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. അങ്ങനെ രണ്ടാമത് മണ്ണൊക്കെ നിറച്ചിട്ട് കുഴിയെടുത്തിട്ട് ഈ ചെടി അതിൽ വെച്ച് കൊടുത്തു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ മുറ്റത്ത് ചെടി നട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ചൊരു സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ, അതിവിടെ ഉണ്ടാവില്ല. മുറ്റത്ത് കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കുഴിച്ചിട്ടിട്ടും കാര്യമില്ല, അത് പൂവിടില്ല. ഇനിയിപ്പോൾ 2-3 വീതം റോസൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മയൊക്കെ കൂടിയിട്ട്. പക്ഷേ അത് പൂവിടില്ല, അതങ്ങനെ വളർച്ച മുരടിച്ച് അവിടെ അങ്ങനെ നിൽക്കും. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിൽ നമ്മൾ കുഴിച്ചിടാത്തതുകൊണ്ട് പൂവുണ്ടായിട്ടില്ല എന്ന് വേണ്ടല്ലോ, കുഴിച്ചിട്ട് നോക്കാം, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ നടന്നതാണ് കേട്ടോ. പിന്നെ തറവാട്ടിൽ മുറ്റത്ത് കുറച്ച് കോസ്മോസിൻ്റെ തൈകൾ വളർന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ചെറുത് നോക്കിയിട്ട് കുറച്ച് തൈയൊക്കെ പറിച്ചു കൊടുന്ന് അതും കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ 10 മണി മുല്ല ഉണ്ടല്ലോ, നമ്മളൊരു റോസ് പോലെ വിരിഞ്ഞ് നിൽക്കണ പല കളറിലുള്ളത്, അതൊക്കെ വിരിഞ്ഞ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ മുറ്റത്ത് കുഴിച്ചിട്ടിട്ടുണ്ടാവാത്തതുകൊണ്ട് ടെറസിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ നല്ലോണം ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി 3 പേരക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇതിന് ചെറിയ കുത്തൊക്കെ ഉണ്ട്, ഏതായാലും കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കണം. ഇന്ന് ഉച്ചക്കത്തേക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഞാൻ അമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഷാൻജിയോ ചേട്ടൻ്റെ വീഡിയോ കണ്ട മുതൽ വിചാരിക്കുന്നതാണ് കുക്കർ ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എന്തായാലും വീട്ടിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഗരം മസാല പൊടിച്ചതും കുറച്ച് തൈരും ഒക്കെ മിക്സ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. സാധാരണ ചോറും കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേക്കാളും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടും അതുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ആദ്യം കുറച്ച് ഡാൽഡ ഇട്ടിട്ട് പിന്നെ കുറച്ച് മിൽമയുടെ നെയ്യാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു വല്യുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നാലും കഴിക്കാൻ അടിപൊളിയായിരുന്നു. ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലാരോ വന്നിട്ട് ഉമ്മ അവരോട് സംസാരിച്ചിരിക്കുന്ന തിരക്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഓർമ്മയിൽ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് നേരെ തന്നെ വെള്ളം ഒഴിച്ചു. ചിക്കനാണെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് പിന്നെയാണ് കേട്ടോ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇനിയിപ്പോൾ എന്താവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഉള്ളി വാടിയിട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും പിന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഇലയുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് ഉമ്മ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വെള്ളം തിളച്ചപ്പോൾ പിന്നെ കഴുകി വെച്ചിട്ടുള്ള പച്ചരി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലടിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ സംഗതി സെറ്റായിട്ട്
വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവൊക്കെ നല്ല പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ സാധാരണ ദമ്മിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിനെക്കാട്ടിലും ടേസ്റ്റ് ഈ ഒരു കുക്കർ ബിരിയാണിക്കാണെന്ന് തോന്നിപ്പോയി. തൈരും അച്ചാറൊന്നും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ചോറ് ഇറങ്ങില്ലല്ലോ. അതുകൊണ്ട് ചോറ് വിളമ്പി അതിൻ്റെ ഒരു അറ്റത്തായിട്ട് തന്നെ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തിട്ടോ. അങ്ങനെ ആ തൈരും അച്ചാറും നമ്മുടെ ചിക്കനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇതുവരെ കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, സംഭവം അടിപൊളിയാണ്. ചോറൊക്കെ കഴിച്ച് സിറ്റൗട്ടിൽ ചെന്ന് ഫോണിൽ തോണ്ടിയിരിക്കുമ്പോൾ അനിയത്തി ബുർത്തുകാലൊക്കെ മുറിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തൊലി കളയുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം. നമ്മൾ എത്ര തൊലി കളഞ്ഞെടുത്താലും ഇത് കഴിക്കുമ്പോൾ അതിന് ചെറിയൊരു കയ്പും ഉണ്ടാകും. ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ നമ്മൾ അരിച്ച് കളഞ്ഞ് പെട്ടെന്ന് തന്നെ കുടിച്ചാൽ വലിയ കയ്പൊന്നും തോന്നില്ല. വൈകുന്നേരം ആയപ്പോൾ ചായക്ക് മസാല മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, കാടമുട്ടയാണ്. അപ്പോൾ അതും ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ഷുഗർ ഉള്ളതുകൊണ്ട് മധുരമൊക്കെ ഒന്ന് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചായ കുടിക്കണ്ടെന്ന് വിചാരിച്ചു അത് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മസാലയായിരുന്നു കേട്ടോ, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ചില ദിവസങ്ങളിലൊന്നും ഇപ്പോൾ ചോറ് കഴിക്കാറില്ല. അതുകൊണ്ട് ഒരു ഗ്ലാസ് പശുവും പാൽ തിളപ്പിച്ച് കുടിച്ചു. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ഒരു ദിവസം. റെസ്റ്റിലായതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനോ കൂടുതൽ സമയം ഇരുന്ന് എംബ്രോയിഡറി ആരി വർക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു വീഡിയോസൊന്നും ഇപ്പോൾ ചെയ്യാത്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.